സയൻസിന് വേണ്ടി പരീക്ഷണങ്ങൾ ഷൂട്ട് ചെയ്ത് ഇന്നലെ ഞാൻ വല്ലാതെ ക്ഷീണിച്ചു പോയി. ക്ഷീണം മാറ്റാനായി ഊർജദായകമായ ഈ എനർജി ഡ്രിങ്ക് കുടിക്കാൻ തീരുമാനിച്ചു. സംശയിക്കേണ്ട, ഇത് മറ്റവൻ തന്നെ. ഞാനിത് ഒരു ഗ്ലാസ്സിലേക്ക് പകുതി ഒഴിച്ചു സോഡ ഒഴിക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. അന്നേരമാണ് എൻ്റെ മകൻ കയറി വന്നത്. അവൻ കണ്ടാൽ ആകെ അബദ്ധമാകും. ഞാൻ എന്ത് ചെയ്യും? പെട്ടെന്ന് എനിക്ക് എൻ്റെ മാജിക് അങ്കിൾ പഠിപ്പിച്ചു തന്ന വിദ്യ ഓർമ്മ വന്നു. അവൻ റൂമിൽ എത്തിച്ചേരുന്നതിന് മുൻപേ ഞാനിത് മറ്റൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു. അതോടെ അതിൻ്റെ നിറം മാറി. അതോടൊപ്പം ഞാൻ കുപ്പി അവിടെ നിന്ന് മാറ്റി വെക്കുകയും ചെയ്തു. ഇപ്പോൾ പ്രശ്നമൊന്നുമില്ല. മകൻ വന്ന് എന്നോട് ചോദിച്ചു, എന്താ ഉപ്പ മേശപ്പുറത്ത് 2-3 ഗ്ലാസ്സുകളും അതിൻ്റെ നടുക്കൊരു ഗ്ലാസ്സിൽ ഒരു നീല നിറമുള്ള ദ്രാവകവും? ഞാൻ പറഞ്ഞു, ഞാൻ BTVയിലേക്ക് വേണ്ടി പരീക്ഷണങ്ങൾ ഷൂട്ട് ചെയ്യുകയാണ്. ഇപ്പോൾ നിനക്ക് ഒരു ശാസ്ത്ര മാജിക്ക് കാണാം. ഇതാ ഈ നീല നിറമുള്ള വെള്ളം ഞാൻ ഈ 4 ഗ്ലാസ്സിലേക്ക് ഒഴിക്കുമ്പോൾ ഇതിന് ഒരു നിറമാറ്റം ഉണ്ടാകും, നിനക്ക് കാണാം. എൻ്റെ മാജിക് രംഗത്തുള്ള കഴിവ് കണ്ട് അവന് സന്തോഷമായി. എങ്കിലും അവൻ പറഞ്ഞു, ഇങ്ങനെ രാത്രി അധിക സമയം ഉറക്കമൊഴിച്ച് പരീക്ഷണങ്ങൾ ഷൂട്ട് ചെയ്യരുത്, നിങ്ങളുടെ പ്രായത്തെ കൂടി നിങ്ങൾ പരിഗണിക്കേണ്ടേ. അത്രയും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോയി. അവൻ പോയ പാടെ ഞാൻ വീണ്ടും കുപ്പി പുറത്തെടുത്തു. വീണ്ടും ഗ്ലാസ്സിലേക്ക് ഒഴിക്കാൻ ഒരുങ്ങി. റൂമിൽ മൊബൈൽ ഫോൺ മറന്നു വെച്ചതുകൊണ്ട് മകൻ വീണ്ടും വന്നു. അവൻ പിടിക്കുമെന്ന് ഉറപ്പായി. ഇനി എന്തു ചെയ്യും? പെട്ടെന്ന് എനിക്കൊരു സൂത്രം തോന്നി. എൻ്റെ മാജിക് അങ്കിൾ പഠിപ്പിച്ച സൂത്രം. കുപ്പി അടച്ചുകൊണ്ട് തലകീഴായി പിടിച്ച് ഓം ഹ്രീം അബാക്ക സുബാക്ക എന്ന മന്ത്രം ചൊല്ലിയാൽ മദ്യത്തെ പച്ചവെള്ളമാക്കി മാറ്റാം. ഞാൻ എൻ്റെ ഗുരു പറഞ്ഞതുപോലെ വളരെ പെട്ടെന്ന് കുപ്പി അടച്ചു. എന്നിട്ട് തല കീഴായി പിടിച്ചു. ഓം ഹ്രീം അബാക്ക സുബാക്ക എന്ന് പറഞ്ഞതോടുകൂടി ഇത് പച്ചവെള്ളമായി. മകൻ വന്ന് ചോദിച്ചു, എന്താ ഇത് മദ്യക്കുപ്പിയാണല്ലോ? ഞാൻ പറഞ്ഞു, കുപ്പി മദ്യക്കുപ്പി തന്നെ, പക്ഷേ പരീക്ഷണം ചെയ്യാൻ വേണ്ടി കിട്ടിയൊരു കുപ്പി എടുത്തു എന്നേ ഉള്ളൂ. നീ കാണാറില്ലേ, ഞാൻ പല ഇനം കുപ്പികളൊക്കെ പരീക്ഷണങ്ങൾക്ക് ഉപയോഗിക്കുന്നത്, അത്രയേ ഉള്ളൂ. അപ്പോഴും അവൻ പറഞ്ഞു, എങ്കിലും ഇത്തരം കുപ്പികൾ ഉപയോഗിക്കുന്നത് മോശമല്ലേ? ഞാൻ പറഞ്ഞു, ഇതിലൊരു മോശവുമില്ല, ഇതെല്ലാം പ്യുവർ സയൻസാണ്. കൂട്ടുകാരെ, എന്താണ് ഞാൻ ഇവിടെ കാണിച്ച ഈ ശാസ്ത്ര മാജിക്കിൻ്റെ പിന്നിലുള്ള രഹസ്യം? മദ്യമെന്ന് പറഞ്ഞ് ഞാൻ ഈ കുപ്പിയിൽ എടുത്തിരുന്നത് നേർപ്പിച്ച അയഡിൻ ലൈനിയാണ്. ഒന്നാമത്തെ ഗ്ലാസ്സിൽ പ്രത്യേകിച്ച് ഒരു രാസവസ്തുക്കളും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇത് ഒന്നാമത്തെ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതോടുകൂടി ഇതിൻ്റെ അതേ നിറം നിലനിർത്തി. രണ്ടാമത്തെ ഗ്ലാസ്സിൽ ഞാൻ ഒരു തുള്ളി കഞ്ഞിവെള്ളം ഉറ്റിച്ച് വെച്ചിരുന്നു. അയോഡിൻ ലൈനി കഞ്ഞിവെള്ളവുമായി ചേർന്നപ്പോൾ അതിന് കടും നീല നിറം വന്നു. കാരണം കഞ്ഞിവെള്ളത്തിൽ ധാരാളമായി സ്റ്റാർച്ച് അഥവാ അന്നജമുണ്ട്. അന്നജത്തിൻ്റെ ഒരു സൂചകമാണ് അയോഡിൻ ലൈനി. അന്നജത്തിൻ്റെ സാന്നിധ്യത്തിലാണ് അയോഡിൻ ലൈനിക്ക് നീല നിറം വന്നത്. മൂന്നാമത്തെ ക്ലാസ്സിലോ അയോഡിനെ പ്രവർത്തിച്ച് ഇല്ലാതാക്കാൻ സഹായകമായ ഒരു രാസവസ്തു ഇതിനകത്ത് വെച്ചിരുന്നു. അതിൻ്റെ പേരാണ് സോഡിയം തയോസൾഫേറ്റ്. നാടൻ ഭാഷയിൽ അതിന് ഹൈപ്പോ എന്ന് പറയും. അയോഡിനും കഞ്ഞിവെള്ളവും ചേർന്ന ഈ ലായനിയെ ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചതോടുകൂടി അയോഡിനും സോഡിയം തയോസൾഫേറ്റുമായി രാസപ്രവർത്തനം നടന്നു. അതിൻ്റെ ഫലമായി സോഡിയം അയോഡൈഡ്, സോഡിയം ടെട്രാതയോണേറ്റ് എന്നീ പദാർത്ഥങ്ങളുണ്ടായി. ആ 2 പദാർത്ഥങ്ങളും നിറമില്ലാത്തവയാണ്. അതുകൊണ്ട് ഇതിൻ്റെ നിറം തെളിഞ്ഞു. അയോഡിൻ പ്രവർത്തിച്ച് തീർന്നതോടുകൂടി അയോഡിൻ്റെ നിറം നഷ്ടപ്പെട്ടു. കഞ്ഞിവെള്ളം ഒരു തുള്ളി മാത്രമാണുള്ളത്. അത് നിറം നൽകാൻ മാത്രം പര്യാപ്തമല്ല. അതുകൊണ്ടാണ് ഈ പരീക്ഷണം ഇങ്ങനെ മനോഹരമായി ചെയ്യാൻ സാധിച്ചത്. ഈ പരീക്ഷണം നിങ്ങൾക്കും വീട്ടിൽ നിന്ന് ചെയ്യാവുന്നതാണ്. ഇതിന് വേണ്ട സാമഗ്രികൾ എവിടെ നിന്ന് ലഭിക്കും എന്നതാണ് പ്രശ്നം. ഒരു ഒറിജിനാലിറ്റി കിട്ടാൻ വേണ്ടി ഒരു മദ്യക്കുപ്പി എവിടെ നിന്നെങ്കിലും സംഘടിപ്പിക്കണം. ഞാനിത് ആക്രിക്കടയിൽ നിന്ന് കൊണ്ടുവന്നതാണ്. മദ്യമായി ഉപയോഗിച്ചത് അയോഡിൻ ലായനിയാണെന്ന് ഞാൻ നേരത്തെ പ്രതിപാദിച്ചതാണ്. അയോഡിൻ നമുക്ക് എവിടെ നിന്ന് കിട്ടും? മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നും ടിഞ്ചർ അയോഡിൻ എന്ന പേരിൽ നമുക്ക് ഇത് ലഭ്യമാണ്. ഒരു ചെറിയ കുപ്പിക്ക് ഏകദേശം 20 രൂപ വില വരും. ഒരു കുപ്പി വാങ്ങിയാൽ 5-6 തവണ ഈ പരീക്ഷണം ചെയ്യാം.
കുപ്പിയിൽ നിന്നും അല്പം അയോഡിൻ എടുത്ത് ബാക്കി വെള്ളം ചേർത്ത് നിറപ്പിച്ചാൽ മതി. രണ്ടാമത്തെ ഗ്ലാസ്സിൽ ഉണ്ടായിരുന്നത് കഞ്ഞിവെള്ളമാണ്. അത് നമ്മുടെ വീട്ടിൽ ലഭ്യമാണ്. മൂന്നാമത്തെ ഗ്ലാസ്സിൽ നിക്ഷേപിച്ചിരുന്ന ഹൈപ്പോ, അത് സ്കൂൾ ലാബിൽ നിന്നും 1-2 ക്രിസ്റ്റലുകൾ സംഘടിപ്പിക്കാവുന്നതാണ്. അല്ലെങ്കിൽ ലാബ് സാമഗ്രികൾ വാങ്ങുന്ന കടകളിലും ലഭ്യമാണ്. കുറഞ്ഞ അളവിലേ ഇത് ആവശ്യമുള്ളൂ എന്നതിനാൽ ഇത് ഒരാൾ മാത്രം വാങ്ങി ചെയ്യുക പ്രായോഗികമല്ല. കുട്ടികൾക്ക് ടീമായി ഒന്നിച്ചൊരു ബോട്ടിൽ വാങ്ങുകയും എല്ലാവർക്കും വീതം വെച്ചെടുക്കുകയും ചെയ്യാം. അങ്ങനെ ഈ പരീക്ഷണം എല്ലാവർക്കും ചെയ്യാൻ സാധിക്കും.